എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. എനിക്ക് ചെടിയൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെടി പരിപാലനം എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾക്കൊരു സന്തോഷം തരുന്ന ഒന്നാണ്. പെറ്റ്സ് ഉണ്ടാവുക, അവരുടെ കൂടെ ചെറിയ സമയം ചെലവഴിക്കുക, ചെടി പരിപാലിക്കുക എന്നൊക്കെയുള്ളത്. ഞാൻ എവിടെ നിന്നാണ് ചെടിച്ചട്ടികൾ വാങ്ങുന്നത്? വളരെ റീസണബിളായ റേറ്റിൽ ചെടിച്ചട്ടി വാങ്ങുന്നത്, പിന്നെ പോട്ടിംഗ് മിശ്രിതം ഉണ്ടല്ലോ അതൊക്കെ വാങ്ങുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇന്ന് ഞാൻ അത്തരം ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്. പിന്നെ എൻ്റെ ഇവിടെയുള്ള കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ കാണിച്ചു തരാം. എനിക്ക് റോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ പോയപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അതിലേ വന്ന സമയത്ത് അവിടെ ഒത്തിരി സ്റ്റാൾസ് ഉണ്ടല്ലോ. അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് എനിക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു, സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സ്റ്റാൾസ് ഉണ്ട് അവിടെ. ആ സ്റ്റാൾസിൽ നിന്നൊക്കെ കുറേ ചെടികളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വിശദമായിട്ട് ഒരു വലിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു ചെറിയ താമരക്കുളമൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇൻഡോറായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചെടിയാണ്. ഞാൻ ആലുവയിൽ നിന്ന് അഗ്രോ ഒരു ഫാം ഉണ്ട്, അവിടെ നിന്നാണ് കുറേ ചെടികളൊക്കെ വാങ്ങിക്കുന്നത് ഇൻഡോറായിട്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിന്ന് വാങ്ങാൻ പോകുന്ന ചെടിച്ചട്ടികളും പോട്ടിംഗ് മിശ്രിതവും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഈ താമരക്കുളം ഞാൻ ആലുവയിൽ നിന്ന് വാങ്ങിച്ചതാണേ. ചെറുതാണ്, ഒരുപാട് വലിയ താമരക്കുളങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷേ എനിക്കിവിടെ ചെറിയ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ താമരക്കുളം വാങ്ങിച്ചു. താമര 2-3 വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ആയി വരണേ ഉള്ളൂ, അതിൻ്റെ ട്യൂബൊക്കെ പിടിച്ച് വരണേ ഉള്ളൂ. പിന്നെ കുറേ ഗപ്പി മീനുണ്ട്. 6 ജോഡിയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ പ്രസവിച്ച് കുറേ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും എവിടേക്കോ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ താമരക്കുളം. ഇനി നമുക്ക് ചെടിച്ചട്ടി വാങ്ങിക്കാൻ പോവാം. ഇതെന്റെ പ്രിയപ്പെട്ട വിക്കി. ഇവള് പരാതി പിണക്കത്തിലാണ്. എന്താ അറിയോ, ഞാൻ സാരി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് അവൾ അപ്പ പിണങ്ങും. അവൾക്ക് ദേഷ്യമാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്, ടോഫു, കൈലി. പേരൊക്കെ ഭയങ്കര ഗംഭീര പേരുകളാണ്. അവള് നോക്കുകയാണ്, അതിന് മീനൊക്കെ ഉണ്ടല്ലോ, പിടിക്കാൻ പറ്റുമോന്ന്. ഞാൻ പോയിട്ട് വരാം. അതിന്റെ ഒരു പിണക്കത്തിലാണ് ആള്. വിളിച്ചിട്ട് വരണേ ഇല്ല. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. കുറേ ചട്ടികളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പ്ലാസ്റ്റിക് ഐറ്റംസ്, ചെയർ, എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള ചെടിച്ചട്ടികളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ ഞാൻ വാങ്ങിച്ചു. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് പോട്ടിംഗ് മിശ്രിതം വാങ്ങിക്കണം. ചെടിച്ചട്ടി മാത്രമാണ് ഇപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. ഇവിടെ പോട്ടിംഗ് മിശ്രിതം കിട്ടില്ല. പോട്ടിംഗ് മിശ്രിതം കിട്ടുന്നത് ആലുവയിൽ ഒരു ഷോപ്പുണ്ട്. അവിടെ നല്ല, എനിക്ക് തോന്നുന്നു ഒരു 40 കിലോയുടെ ഒരു ബാഗുണ്ട്. അത് 400 രൂപയ്ക്കാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ട് വാങ്ങിക്കാൻ പോവുകയാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വളരെ ലാഭമാണ് നമുക്ക്. ചകിരിച്ചോറും അതിൽ ആവശ്യത്തിനുള്ള വളവും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള പോട്ടിംഗ് മിശ്രിതമാണ്. അത് ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് അങ്ങനെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇട്ടിട്ട് ചെടിച്ചട്ടിയിൽ നിറച്ചിട്ട് പ്ലാന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പം ഞാൻ അതെടുക്കാൻ പോവാം കേട്ടോ. പോട്ടിംഗ് മിശ്രിതം വാങ്ങിക്കാൻ വരണമെന്ന് പറഞ്ഞില്ലേ, പോട്ടിംഗ് മിശ്രിതം വാങ്ങിക്കാൻ വരണം. ഇത് നമ്മുടെ ആലുവ പെരുമ്പാവൂർ റോഡാണ്. ഇവിടെയാണ്, പെരുമ്പാവൂരാണ്, പ്രോപ്പർ പെരുമ്പാവൂരാണ് ഈ സ്ഥലം ഉള്ളത്. അവിടെ നിന്നാണ് പോട്ടിംഗ് മിശ്രിതം വാങ്ങിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, 40 കിലോയുടെ ഒരു ചാക്കാണ്. 400 രൂപയാണ് അതിന് വരുന്നത്. ശരിക്കും ധാരാളമായിട്ട് ചെടികളൊക്കെ നമുക്ക് പ്ലാന്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു സംഭവം തന്നെയാട്ടോ നല്ലത്. പിന്നെ ഇവിടെ ചട്ടികളൊക്കെ ധാരാളമായിട്ടുണ്ട്. ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട്. കിച്ചണിൽ വെക്കാൻ പറ്റിയ ചെറിയ ചട്ടികൾ, ഒരുപാട് ചട്ടികൾ, വെറൈറ്റി ഓഫ് പോട്ടൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല നല്ലതാണ്. ഇപ്പം ഇതൊക്കെ വന്നിരിക്കുന്നത് പുതിയ മോഡലാണ് കണ്ടോ. ഇതെന്താ പറയണത്, ഇതിൻ്റെ പേര് ഫൈബറിൻ്റെ. ഡയറക്റ്റ് പറ്റില്ലല്ലോ, ഇതിൽ ചട്ടിയിൽ വെച്ചിട്ടല്ലേ ഇതിനകത്തേക്ക് വെക്കാൻ പറ്റുക. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ചെയ്യാനല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ ചട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ചെടികൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും, അതായത് അതിൻ്റെ പോട്ടിംഗ് മിശ്രിതവും ചട്ടിയും ഒക്കെ കൂടെ ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാനതെല്ലാം ഇനിയിപ്പോൾ നട്ട് വെക്കുന്ന കാഴ്ച ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇന്ന് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ.